അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അൽഹംദുലില്ലാഹ്, നമ്മള് അള്ളാഹുവിന്റെ അനുഗ്രഹത്താല് മുഹറം 9ഉം 10ഉം നോമ്പ് അനുഷ്ഠിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇനി മുഹറം 1 മുതലേക്കും നമ്മള് നല്ല കർമ്മങ്ങളില് നിരതരായിക്കൊണ്ട് കഴിയുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തിങ്കളും വ്യാഴവും നോമ്പും നമ്മൾ കഴിയുന്നവരും അനുഷ്ഠിക്കുക അല്ലെ. അങ്ങനെ നമ്മൾ ആ ദിവസത്തെ നമ്മൾ എന്തുകൊണ്ടും നമ്മൾ വരവേൽക്കുകയാണ്. പിന്നെ പ്രവാചകന്മാർക്ക് ഉത്തരം കിട്ടിയ ദിവസങ്ങളാണിത് അല്ലെ. ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നടന്ന ദിവസങ്ങളാണിത്. അതില് ഏറ്റവും പ്രാധാന്യമേറിയത് ഏത് പ്രവാചകന്റെ സംഭവമാണ് അറിയാലോ അല്ലെ. ഏത് പ്രവാചകന്റേതാണ്? മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടൽ പിളർന്നു രക്ഷപ്പെട്ട സംഭവം. ഞാനൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അത് കേട്ടപ്പോഴാണ് മുജാഹിദിലേക്ക് വന്നത്. സുന്നി ഒരു ആശയത്തിലായിരുന്നു. പക്ഷെ KV അബ്ദുൽ ലത്തീഫ് മൗലവിന്റെ ആ ഒരു ക്ലാസ് പുതിയറയുന്ന ജുമാ കുത്തുബ കേട്ടപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ച മുജാഹിദിനും ഇങ്ങനത്തെ ഒക്കെ വിശ്വാസം ഉണ്ട് അല്ലെ. മുജാഹിദ് എന്തോ ഒരു പുരോഗമന ചിന്താഗതിക്കാരാണ്, ഇതൊന്നും വിശ്വസിക്കില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു പണ്ട്. പക്ഷെ അത് കേട്ടതൊക്കെ മുതലാണ് പിന്നെ ഹുസൈൻ സലഫിന്റെ സീഡികളും നിരന്തരം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് സത്യവും അസത്യവും ഒക്കെ വേർതിരിഞ്ഞ് മനസ്സിലായത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു എപ്പോഴും നമ്മളെ ഹിദായത്തിൽ നിലനിർത്തി ജീവിപ്പിച്ച് മരിപ്പിക്കട്ടെ, ആമീൻ. നമ്മുടെ വിഷയം പിന്നെ ഈ ദുനിയാവിലെ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം അല്ലെ. സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും. പിന്നെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ദുഃഖം അല്ലെ, വേദന അനുഭവിച്ചവർക്ക് സന്തോഷത്തിന്റെ വില അറിയാനാവും. സൂറത്ത് അൽ അംബിയ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈറി ഫിത്നഹ് വഇലൈനാ തുർജഊൻ. ഓരോ വ്യക്തിയും മരിക്കും. ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. നമ്മുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ദുനിയാവിലെ ജീവിതം. പരീക്ഷണങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ഹൈറാണ് അല്ലെ. നമുക്കറിയാം പരീക്ഷണങ്ങൾ നമുക്ക് ഹൈറാണ്. കാരണം എന്താണ്? പരീക്ഷണങ്ങൾ എങ്ങനെയാ നമുക്ക് ഹൈറാവുന്നത്? അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും. കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പിന്നെ പരീക്ഷണം വരുമ്പോ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മള് പിന്നെ അയ്യൂബ് നബീന്റെ പരീക്ഷണങ്ങളാണ് അല്ലെ. ഇതൊക്കെയാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങള്. പിന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് അല്ലെ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മള് അത് ചിന്തിക്കണം. റബ്ബിന്റെ റഹ്മത്ത് നമ്മൾ അനുഭവിക്കുന്നത് എത്രമാത്രം അല്ലെ. എത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിലങ്ങനെ ജീവിക്കും. എന്നാൽ നമ്മൾ ചിന്തിക്കുക, സന്തോഷത്തിൽ കിട്ടുന്നത് പിന്നെ ഈ നമുക്ക് ദുനിയാവിൽ തന്നെ അങ്ങോട്ട് തീരും. എന്നാൽ പരീക്ഷണത്തിൽ വരുന്ന കണ്ണീര് മരണശേഷമുള്ള ജീവിതത്തിലേക്ക് ബാക്കിയാവും അല്ലെ. നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമുക്ക് സന്തോഷത്തിൽ നമ്മൾ പലതും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ദുനിയാവിൽ അങ്ങോട്ട് തീരും അല്ലെ. കുറെ നന്ദി ചെയ്യാൻ നമുക്ക് മറന്നു പോകും. നന്ദി ചെയ്തത് പരലോകത്തേക്ക് ഉണ്ടാവും. പക്ഷെ കുറെയൊക്കെ നമ്മൾ മറക്കും നമ്മളിങ്ങനെ കുടുംബത്തോടൊപ്പം സന്തോഷം അനുഭവിക്കുമ്പോ. പക്ഷെ പരീക്ഷണത്തിൽ വരുന്ന നമുക്ക് കണ്ണീര്, നമ്മൾ അള്ളാഹുവിനോട് അടുത്തുകൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, തഹജ്ജുദ് വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണത്തിലൂടെ ആശ്വാസം കണ്ടെത്തുക, ഇതൊക്കെ പരലോകശേഷം മരണശേഷമുള്ള പരലോകത്തിലേക്കുള്ള ജീവിതത്തിലേക്ക് നമുക്ക് ബാക്കിയാവും. അപ്പൊ അതാണ് ഏറ്റവും ഹൈറ്. അതുകൊണ്ടാണ് പിന്നെ സ്വഹാബിമാരൊക്കെ പരീക്ഷണം ഒന്നിനു മേലെ ഒന്നായി വന്നുകൊണ്ടിരിക്കാൻ അവർ ആഗ്രഹിച്ചത്. കാരണം എന്താ? അള്ളാഹുവിനെ മറക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് അവര് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് പക്ഷെ നമുക്ക് പേടിയാണ്. നമ്മളെപ്പോഴും പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കും. എന്നാലും പ്രാർത്ഥിക്കാം അല്ലെ. അതൊക്കെ നമുക്ക് പഠിപ്പിച്ചതാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവലി ആഫിയതിക വഫുജാത നിഖമതിക വജമിയൻ സഖതിക അല്ലെ.
അള്ളാഹുവെ പരീക്ഷണത്തിന്റെ അള്ളാഹുവെ നിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുന്നതിൽ നിന്നും നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നതിൽ നിന്നും ആകസ്മികമായ നിന്റെ ശിക്ഷക്ക് വിധേയമാവുന്നതിൽ നിന്നും നിന്റെ മുഴുവൻ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അല്ലെ. നമ്മളെന്നും പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കി ശകാഇ വസൂഇൽ ഖലാഅ വശമാത്തത്തിൽ അഅദായി. അള്ളാഹുവെ പരീക്ഷണത്തിന്റെ വിഷമത്തിൽ നിന്നും നിർഭാഗ്യത്തിന്റെ പിടുത്തത്തിൽ നിന്നും ദുർവിധിയിൽ നിന്നും ശത്രുക്കൾ സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു അല്ലെ. നമുക്ക് പ്രാർത്ഥിക്കാം, നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹിനെ നമ്മള് അത്യധികമായിട്ട് ശുക്ർ ചെയ്യാ അല്ലെ, ശുക്ർ ചെയ്യാ. പിന്നെ പ്രയാസങ്ങളിൽ നമ്മൾ സൊബർ അല്ലെ, സൊബർ അതാണ് നമ്മളെ ജന്നത്ത്, സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കാം. പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് പെട്ടെന്ന് കിട്ടാന് പരീക്ഷണം ഉണ്ടെങ്കിലേ ഇഷ്ടം പെട്ടെന്ന് കിട്ടുള്ളൂ. മറ്റേത് നമ്മൾ നല്ല കഠിനാധ്വാനം ചെയ്യണം സ്വർഗം കിട്ടണമെങ്കിൽ. കുറെ നമ്മൾ പ്രവർത്തിക്കണം അല്ലെ, കുറെ നമ്മൾ പിന്നെ ഒരുപാട് നമുക്ക് പരീക്ഷണങ്ങൾ വരുമ്പോ നമുക്ക് എന്താ വെച്ചാല് ഹൈറുകൾ വരുമ്പോ നമ്മൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം, അതിന് നന്ദി ചെയ്യണം, അങ്ങനെ പല പല ഘട്ടങ്ങളും തരണം ചെയ്യണം. പക്ഷെ നമുക്കൊരു ക്യാൻസർ അങ്ങനെയുള്ള രോഗം വരുമ്പോ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ക്യാൻസർ ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് നമ്മൾ ക്ഷമിക്കുമ്പോൾ സ്വർഗം കിട്ടാനുള്ള ഒരു മാർഗമാണ് അല്ലെ. അപ്പൊ അയ്യൂബ് നബി പരീക്ഷിക്കപ്പെട്ടു, അതേപോലെ യൂസുഫ് നബിയുടെ ഭംഗി പരീക്ഷിക്കപ്പെട്ടു, അതേപോലെ തന്നെ ആദം നബി അല്ലെ. അതൊക്കെ നമ്മൾ ഈ 3 പ്രവാചകന്മാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമുക്ക് പരീക്ഷണം ആയിക്കൊണ്ടേയിരിക്കും. സത്യവിശ്വാസിയായ ആണിനും പെണ്ണിനും ശരീരത്തിലും സ്വത്തിലും ഒക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരേക്കും അവന്റെ മേൽ ഒരു പാപവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നത്. അത് നമുക്ക് ഹൈറാണ്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം അങ്ങനെയുള്ള ഖുർആന്റെ ആയത്തുകളും ഹദീസുകളൊക്കെ നമ്മളങ്ങനെ അള്ളാഹു ഓർമ്മിപ്പിച്ചു തരും. നമ്മൾ പരീക്ഷണത്തിൽ പ്രയാസങ്ങൾ സഹിക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ, നമ്മളിങ്ങനെ ഖുർആൻ വായിക്കുമ്പോഴും ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും ആ ആയത്തും ഹദീസും നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയമായിട്ടുള്ള ഒരു അനുഭവം അല്ലെ ഉണ്ടാവൂലേ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും പോലെ ഖുർആനിൽ നാം ചിന്തിക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾക്ക് ആശ്വാസം വരുത്തുന്ന ഒരു ആയത്ത് നമ്മൾ കാണുമ്പോ ഇന്ന മഅൽ ഉസ്രി യുസ്ര ഇത് കേൾക്കുമ്പോ, ഇത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഉത്തരം കിട്ടിയ പോലുള്ള ഒരു അനുഭവമാണ്. കാരണം വഴിയെ ഉത്തരം കിട്ടും അല്ലെ, അള്ളാഹു കാണുന്നുണ്ട് എല്ലാം. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വരാറില്ലേ പ്രതീക്ഷ വരാറുണ്ട്. അപ്പൊ ഉണങ്ങിയ ഇല മരത്തിൽ നിന്ന് കൊഴിയുന്നത് പോലെ പാപങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ നമുക്ക് ഒരു വമ്പിച്ച പ്രതിഫലമാണ് അതിന്. പിന്നെ വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഒരു വിഭാഗത്തെ വിളിച്ച് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹ് കൊടുക്കുമ്പോ നമ്മൾ ചിന്തിച്ചു പോകും അല്ലെ. ഭൂമിയിൽ ആഫിയത്തോടു കൂടി ജീവിച്ചവർ കൊതിച്ചു പോകും. കത്രിക കൊണ്ട് എന്റെ മാംസം ചെറു കഷ്ണങ്ങളാക്കി മുറിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേന്ന് ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ നമുക്ക് പരലോകത്ത് വെച്ച് നോക്കുമ്പോ ഈ ദുനിയാവ് ഒരു ജീവിതേ അല്ല അന്നേരം നമുക്ക് തോന്നിപ്പോവും. സ്വർഗത്തിലെ ഒരൊറ്റ സെക്കൻഡ് നമ്മൾ സുഖം ആനന്ദം അനുഭവിക്കുന്നത് ഭൂമിയിൽ 1000 കൊല്ലം കഷ്ടപ്പാട് പോലും മറന്നു പോകുന്നാ പറയുന്നത്. അപ്പൊ പ്രവർത്തനങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന കർമ്മമാണ് ഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്നത്. ഏതൊരു വേദനയും മുഅ്മിനിന് മുള്ളു തറക്കുന്നത് പോലും എന്താണ് നമുക്ക് അല്ലെ പരീക്ഷ, അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ്. പിന്നെ അതിലൂടെ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ ഒരു പദവി ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ വേദനകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പിന്നെ വാർദ്ധക്യത്തിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രയാസങ്ങളും എല്ലാം നമുക്ക് ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ തരണം ചെയ്യണം. പിന്നെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത മർളിയ, ആ ഒരു സ്വാഗത വചനം കേട്ടിട്ട് മരിക്കണമെങ്കിൽ നമ്മൾ നല്ല ക്ഷമ, കഷ്ടപ്പാടുകൾ ദുനിയാവിൽ നമ്മൾ തരണം ചെയ്തെന്ന് വെച്ചാൽ ക്ഷമ, എല്ലാത്തിലും ക്ഷമ. പരീക്ഷണങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ക്ഷമ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ക്ഷമ, പ്രതിസന്ധികളിൽ പതറാതെ ഇരിക്കാനുള്ള ഒരു പിടിച്ചു നിൽക്കാനുള്ള മനസ്സില്, പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോവാതിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. നോക്കൂ, സ്വഹാബിമാര് മുൻഗാമികളൊക്കെ അവരൊക്കെ സഹിച്ച ത്യാഗത്തിന്റെ ഇടയിൽ നമ്മളുടേതൊന്നും ഒന്നുമില്ല. നമ്മളുടേതൊക്കെ ശരിക്കും സുഖ ജീവിതാണെന്ന് തന്നെ പറയാം. ഉർവത്ത് ബിനു സുബൈർ മഹാനായ പണ്ഡിതനായിരുന്നു.
ആ പണ്ഡിതന് പിന്നെ അവിടെ മെയിനായിട്ട് ആ അറിവ് നൽകുന്ന പണ്ഡിതന് ഭയങ്കര പാണ്ഡിത്യം. ആ സമയത്ത് ആ പണ്ഡിതന്റെ കാലില് ഒരു പഴുപ്പ് ബാധിച്ചു. കാല് മുറിച്ചു കളയാൻ വേണ്ടിയിട്ട് പിന്നെ വിശ്വങ്കരൻ വൈദ്യ ആ നാട്ടിലെ എല്ലാ വലിയ വൈദ്യന്മാര് വിശ്വങ്കരന്മാരൊക്കെ കൊണ്ടുവന്ന് ആ സമയത്ത് രാജാവിന് ഭയങ്കര വിഷമായി. ഈ ഒരു പിന്നെ ഈ ഇപ്പൊ മഹാനായ പണ്ഡിതന്റെ നഷ്ടം നമുക്ക് വലിയ നഷ്ടമാണല്ലോ. അതുകൊണ്ട് ഏറ്റവും നല്ല ആളെ തന്നെ ചികിത്സിക്കാൻ വിളിക്കണം എന്ന്. അങ്ങനെ ചികിത്സിക്കാൻ വിളിച്ചപ്പോ കാല് മുറിക്കണം തന്നെ തീരുമാനമായി. അങ്ങനെ അദ്ദേഹം അത് സമ്മതിച്ചു. അങ്ങനെ വേദന അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നേരിയ തോതിൽ മദ്യം കുടിക്കുവാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറയാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളും ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുറച്ചു സമയം അള്ളാഹുവിനെ മറപ്പിക്കുന്ന ഒരു കാര്യം എന്നിൽ ഉണ്ടാവുകയോ അതൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മദ്യം കുടിച്ചില്ല. എന്റെ കാലം അങ്ങനെ തന്നെ മുറിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ സ്മരണയിൽ അദ്ദേഹം ഇരുന്ന് ഒരു ആ മാംസം അങ്ങനെ നിങ്ങളൊന്നും ചിന്തിച്ചൊക്കെയും ഇങ്ങനെ കാലിങ്ങനെ മുറിക്കാണ്. പിന്നെ എല്ലിന്റെ ഭാഗത്തിട്ട് എല്ലിങ്ങനെ കൊത്തി മുറിക്കാണ്. ആ സമയത്ത് പോലും എന്നുള്ള ഒരു വാക്ക് പോലും അദ്ദേഹത്തിൽ നിന്ന് വന്നില്ല. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ എത്ര വലിയ മഹാന്മാര് പണ്ഡിതന്മാരില്ലേ. നമ്മളൊക്കെ എന്താണ് ചെറിയ വേദന പോലും നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമുക്ക് അള്ളാഹു ക്ഷമനെ തെറ്റ്. അങ്ങനെ അദ്ദേഹം അത് ക്ഷമിച്ചു. പിന്നെ ആ രാത്രി അദ്ദേഹത്തിന്റെ കുട്ടി മരിച്ചു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിനോട് എങ്ങനാ അത് പറയാന്ന് വിചാരിച്ചിട്ട് ആളുകൾ വന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞെന്താ, അള്ളാഹു മലക്കൽ ഹംദ്, 7 കുട്ടികളിൽ 6 മക്കളെ എനിക്ക് തന്നില്ല. അള്ളാഹു എനിക്ക് പിന്നെ ഒരാളല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പൊ അള്ളാഹു തന്ന അനുഗ്രഹമല്ലേ ഇതൊക്കെ. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഒരു അവയവമല്ലേ അള്ളാഹു എടുത്തിട്ടുള്ളൂ. നീ തന്നത് നീ തിരിച്ചെടുത്തു. അതാണ് അദ്ദേഹം പറയുന്നത്. അത് തിരിച്ചെടുക്കുന്നതിൽ ഒരു ഹൈറ് അള്ളാഹു കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ കടമ നമ്മൾ റബ്ബിനെ ആരാധിക്കുക അല്ലെ, അത് നിറവേറ്റുക. അത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നിറവേറ്റാം. പിന്നെ അള്ളാഹുവിന്റെ റസൂല് എത്രമാത്രം വിശപ്പ് സഹിച്ചിട്ടുണ്ട്. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ ഒരു റൊട്ടിയുടെ കഷ്ണം, ഒരു തൊണ്ട് റൊട്ടിയാണ് റസൂലിനാക്ക് അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ റസൂല് ചോദിച്ചു, ഇതെന്താണ് ഇതിന്റെ കഷ്ണം, ഇത് തൊണ്ടാണല്ലോ, കഷ്ണം എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ എന്റെ മക്കള് പട്ടിണിയിലായപ്പോ മക്കൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അന്നേരം അള്ളാഹുവിന്റെ റസൂല് പറയാണ്, 3 നാളുകൾക്ക് ശേഷം നിന്റെ ഉപ്പയുടെ വയറ്റിലേക്ക് എത്തുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഈ തൊണ്ട് റൊട്ടി എന്ന് പറഞ്ഞ് അത് കഴിക്കുന്ന അള്ളാഹുവിന്റെ റസൂല് സഹിച്ച വിശപ്പൊക്കെ എത്രയാണല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. കാരണം എന്താ, നമ്മള് ജീവിതത്തില് ചെറിയ വിഷമങ്ങൾ പോലെ വരുമ്പോ നമ്മൾ തളർന്നു പോകും. അപ്പൊ നമ്മൾ തളരരുത്. കാരണം നമ്മൾ തളരും, അള്ളാഹുവിന് അറിയാം അല്ലെ നമ്മുടെ മനസ്ഥിതി അങ്ങനെയാണ്, നമ്മൾ ദുർബലന്മാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഖുർആനും ആയത്തും നിരന്തരം പഠിക്കുവാൻ, ഹദീസുകൾ പഠിക്കുവാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. കാരണം അത് നമുക്ക് മനസ്സിൽ വലിയൊരു ആശ്വാസം നൽകും. ഏത് പരീക്ഷണത്തിലും പതറാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ക്ഷമ അള്ളാഹു നമുക്ക് അതിലൂടെ നൽകും അല്ലെ. പിന്നെ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലെ. അത് നമുക്ക് അള്ളാഹു തരാത്തത് എന്തുണ്ടെങ്കിലും തന്നില്ലെങ്കിൽ അതിലൊരു റഹ്മത്ത് ഉണ്ടാവും. അള്ളാഹു അത് അറിയുന്നവനാണ്, നമ്മൾ അറിയുന്നില്ല അല്ലെ. ഖൈറ് അള്ളാഹുവിനെ അറിയോ, നിനക്ക് അറിയോ അല്ലെ. നല്ല പര്യവസാനം ഭൂമിയിലും പരലോകത്തും ലഭിക്കുക എന്ന് അള്ളാഹുവിന് മാത്രമാണ് അറിയുക. ശുദ്ധ ഖുർആനില് 57 തവണ അള്ളാഹു റഹ്മാൻ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. റഹ്മാനാണ് അള്ളാഹു. അവൻ റഹ്മത്തുള്ളവനാണ്, കരുണയുള്ളവനാണ്. ദുനിയാവിലെ എല്ലാ സൃഷ്ടികൾക്കും മുഅ്മിനീങ്ങൾക്ക് പരലോകത്തും കരുണ ചെയ്യുന്നവൻ. അവന്റെ റഹ്മത്ത് മുഅ്മിനീനും കാഫിറിനും ഒക്കെ പൊതുവായിട്ട് ഉൾക്കൊള്ളുന്നതാണ്. മുഅ്മിനീങ്ങൾക്ക് മാത്രം പരലോകത്ത് കരുണ ചെയ്യുന്നതാണ് അവന്റെ റഹ്മത്ത് അല്ലെ. മറ്റേത് റഹ്മാനാണ്. അപ്പൊ ഈ റഹീം എന്ന പദം 114 തവണയാണ് അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതെന്താ, പരലോകത്ത് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് മാത്രം കരുണ കാണിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ കിട്ടുന്നത് പരലോകത്താണ്. കാരണം ഈ ദുനിയാവ് തുച്ഛമാണ്, അത് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. എന്നാൽ പരലോകത്തത് കാലാകാലം നിലനിൽക്കുന്നതാണ്. അതാണ് റഹ്മത്ത്. റഹീം 114 തവണ ഉപയോഗിച്ചത്. എത്രയോ നമുക്ക് നീണ്ടു നിൽക്കുന്ന കരുണ അല്ലെ. ഇനി നമ്മൾ ആലോചിച്ച് നോക്കാം, സ്വർഗം പോലും മറക്കുന്ന, സ്വർഗത്തെക്കാൾ ആസ്വാദനം നൽകുന്ന ഒന്ന് നമുക്ക് എന്താണ് പരലോകത്ത് ലഭിക്കാനുള്ളത്?
അള്ളാഹുവിനെ കണ്ടുമുട്ടൽ. സുബഹാനക്കാരനെ കാണാം. ഫേസ് ടു ഫേസ് ലെ അള്ളാഹുവിനെ നമ്മൾ കാണുക എന്നുള്ളത്. സലാമും ഖൗലൻ മിർ റബ്ബിക്കും ലെ റബ്ബി പിന്നെ അള്ളാഹുവിനെ നമ്മൾ അത്യധികം സ്നേഹിക്കുന്നു. വല്ലദീന ആമനു അശദ്ദ ഹുബ്ബല്ലില്ലാഹ്, വിശ്വസിച്ചവര് അതികഠിനമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹിക്കുന്ന അള്ളാഹുവിനെ നമ്മൾ പരലോകത്ത് വെച്ചിട്ട് നേർക്കാഴ്ചയായി കാണുന്ന അവസരത്തിൽ നമ്മൾ സ്വർഗം പോലും നമുക്ക് മറന്നുപോകും. അത്രയും ആസ്വാദനം നമുക്ക് അതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ എന്തോ ഒരു ആനന്ദമായിരിക്കും അപ്പലെ അള്ളാഹുവിന്റെ ആ ഭംഗി കണ്ട അള്ളാഹു ജമീലുൻ, അള്ളാഹു ഭംഗിയുള്ളവനാണ്. ഈ പുഷ്പങ്ങൾക്കും ഈ പ്രകൃതിക്കും ഈ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഭംഗി നൽകിയ റബ്ബ് എത്രയോ ഭംഗിയുള്ളവനാണ്. ആ ഭംഗി കണ്ട് ആസ്വദിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്വർഗം പോലും മറന്നു പോവാണ്. അതിനേക്കാളും വലിയ ഒരു പിന്നെ ഇത് നമുക്ക് ഭാഗ്യം വേറെ കിട്ടാനില്ല. അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ വല്ലതീന അമനോ അശദ്ദ ഹുബ്ബല്ലാഹ്, അത് നമ്മള് അള്ളാഹുവിനെ അതികഠിനമായി സ്നേഹിക്കുന്ന മോമിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തണം. എത്ര പരീക്ഷണം വന്നാലും ഇത് എനിക്ക് റബ്ബ് നൽകിയത് ഹൈറിനാണ് എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലെ. അള്ളാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫീ ഹുക്മുക അല്ലെ. നമ്മൾ വിഷമം വരുമ്പോ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവെ, ഞാൻ നിന്റെ അടിമയും നിന്റെ ആരാധകയും നിന്റെ അടിമയുടെ മകളും നിന്റെ അടിമ സ്ത്രീയുടെ മകളുമാണ്. എന്റെ മൂർധാവ് നിന്റെ കൈകളിലാണ്. എന്നിൽ നടപ്പാവുന്നത് നിന്റെ വിധിയാണ്. നിന്റെ വിധി എന്നിൽ നീതിയാണ് അല്ലെ. അതാ നമ്മൾ പറയുന്നത്. അള്ളാഹ് എന്ത് വിധിച്ചാലും അതിൽ നീതിയുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ അതിന്റെ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അല്ലെ. നമ്മള് യോക്കിനോൻ പരലോകത്തില് ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അള്ളാഹു എന്തൊന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അറിയാം അതിൽ നീതിയുണ്ട്, അതെന്തോ ഹൈറാണിത്. അപ്പൊ നമ്മൾ അത് പ്രാർത്ഥിക്കും അല്ലെ. എന്നിട്ട് നമ്മൾ അള്ളാഹുവിന്റെ മഹോന്നതമായ നാമങ്ങൾ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കോട്ടക്കലുള്ളത്. അപ്പൊ ഞാൻ അതിലെന്നെ അതിനപ്പോ നിങ്ങൾ പറഞ്ഞു അത് ആർക്കോ അന്യൂട്ടായതാണ്. ആ അപ്പൊ അള്ളാഹു മുഅ്മിനീങ്ങളെ പരിശീലിപ്പിക്കുകയാണ് അല്ലെ. പിന്നെ എന്തിലൂടെ? പരീക്ഷണത്തിലൂടെ അള്ളാഹു മുഅ്മിനീങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. തർബിയത്തുൽ മുഅ്മിനീന സനാഅൻ മിനല്ലാഹി, അള്ളാഹു മുഅ്മിനീങ്ങളെ പരിശീലിപ്പിക്കുകയാണ് പരീക്ഷണങ്ങളിലൂടെ. അതേ സമയത്ത് അള്ളാഹു അവരെ പുകഴ്ത്തി സംസാരിക്കും വാനലോകത്ത്. എങ്ങനെ? പരീക്ഷണത്തിൽ നമ്മൾ ക്ഷമ അല്ലെ, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുമ്പോ, കുട്ടി മരിച്ചാലും എന്ത് പ്രയാസം അനുഭവിച്ചാലും അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുമ്പോ വാനലോകത്ത് അള്ളാഹു നമ്മളെ പുകഴ്ത്തുകയാണ്. അപ്പൊ നമ്മൾ ശരിക്കും ചിന്തിച്ചു പോലെ നമ്മളെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും പരീക്ഷണം ബാധിച്ച് മരണപ്പെട്ട ആളുകളൊക്കെ. അപ്പൊ നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലൊന്ന് അൽഹംദുലില്ലാ, അവർക്ക് എത്ര പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും. അവരൊന്നും ആ രോഗശയ്യയിൽ ഒരു വാക്ക് പോലും അള്ളാഹുവിനെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല, അൽഹംദുലില്ലാന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഒക്കെ നമ്മളെ അനുഭവത്തിൽ നമ്മൾ കണ്ട എത്രയോ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ ഒന്ന് സന്തോഷിച്ചു പോലെ അവർക്ക് കിട്ടിയ ഭാഗ്യം. അപ്പൊ നമ്മളും ആ ഒരു അങ്ങനെയുള്ള പ്രയാസത്തിൽ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. ക്ഷമിക്കാനുള്ള മനസ്സിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. ഭർത്താവ് മരിക്കും അല്ലെ, കുട്ടി മരിക്കും, ശരീരത്തിൽ കമ്മി വരും, കൈകളില്ലെങ്കിൽ കാല്, ഹാർട്ട്, ലിവർ, പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റബ്ബ് ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കും. അപ്പോൾ വാക്കും മനസ്സും അസ്വസ്ഥമാകാതെ അള്ളാഹുവിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുന്നതാണ് ക്ഷമ, സ്വബർ അല്ലെ. ലാസ്റ്റ് അള്ളാഹു പറയുന്നത് എന്താ? അള്ളാഹു അവരെ വാഴ്ത്തുന്നു വാനലോകത്ത്. പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം പെട്ടെന്ന് കിട്ടാനുള്ള മാർഗമാണ് എന്ത്? പരീക്ഷണം അല്ലെ. ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് നേടുമ്പോ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോ അള്ളാഹുവിന്റെ ഇഷ്ടം പെട്ടെന്ന് നമുക്ക് കിട്ടും. അതാണ് വമ്പിച്ച പ്രതിഫലം അല്ലെ. പരലോകത്ത് വെച്ചിട്ട് മറ്റുള്ളവര് ഭൂമിയിൽ ആദ്യത്തോടെ ജീവിച്ചവര് അസൂയപ്പെടുന്ന ഒരു അവസ്ഥയാണ് പരീക്ഷണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ നല്ല ക്ഷമ കൈക്കൊള്ളാം അല്ലെ. അപ്പൊ ഒരിക്കലും നമ്മള് നിരാശപ്പെടരുത് അല്ലെ. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, എന്റെ രക്ഷിതാവിന്റെ പിന്നെ മഗ്ഫിറത്ത്, പാപമോചനം വിശാലമാണ്. നമ്മള് പിന്നെ പാപമോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അല്ലെ. പിന്നെ അള്ളാഹുവിന്റെ റസൂല് പ്രബോധനം തുടങ്ങിയ അവസരത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ കൂടെ മുണ്ടിട്ടിട്ട് ബേക്കില് വലിച്ചു മുറുകി മുശ്രിക്ക്, എന്നിട്ട് കണ്ണ് തുറിക്കുമാറ് മുറുക്കിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അയാളെ തട്ടി മാറ്റി. എന്നിട്ട് ചോദിക്കാണ്, എന്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിനാൽ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയോന്ന്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം.
ശരിയല്ലേ? അതല്ലാതെ എന്ത് തെറ്റാ ചെയ്തതില്ലേ? റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞതിനാൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകള്. അപ്പോഴേക്ക് അള്ളാഹു ആയത്ത് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് അല്ലെ. ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅയ ഔ റഹിമനാ ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. പിന്നെ നിങ്ങൾ കണ്ടു വന്നിച്ച അവര് പറയാണ് എന്താണ്, മുഹമ്മദിന് മരണം, കാലവിപത്ത്, നശിക്കുന്ന ഒരു ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്നിട്ട് അവർ കുതന്ത്രം മെനയുന്നു. പക്ഷെ പിന്നെ അന്തിന് മുഹമ്മദ് നബിനെ കൊല്ലപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതേപോലെ തുറുങ്കിലടക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ അവർ അതല്ലെങ്കിൽ മക്കയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ തന്ത്രം മെനയുകയാണ്. എന്നാൽ അള്ളാഹുവും തന്ത്രം മെനയുന്നു അല്ലെ. അള്ളാഹു തന്ത്രം ഏറ്റവും നന്നായി മെനയുന്നവനാണ്. പിന്നെ ആ സമയത്ത് ഇറങ്ങിയ ആയത്താണിത്. എന്നിട്ട് ചോദിക്കുന്നില്ലേ, ഒരു മനുഷ്യനെ നിങ്ങൾ കൊലപ്പെടുത്തുകയാണോ എന്ന്. എന്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിനാൽ. അപ്പൊ ഈ ആയത്ത് സൂറത്ത് മുൽക്കിലാണ് ഈ ആയത്ത് അല്ലെ. പിന്നെ അപ്പം അള്ളാഹു അപ്പൊ മുഹമ്മദ് നബി അതാ ചോദിക്കുന്നത്, അള്ളാഹു എന്നോട് കരുണ കാണിക്കുക, എന്റെയും എന്റെ കൂടെയുള്ളവരോടും കരുണ കാണിക്കുക, നമ്മുടെ നശിപ്പിക്കുക, എന്ത് ചെയ്യട്ടെ, അതൊക്കെ നിങ്ങൾ വിട്, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് നിങ്ങൾ നോക്കേണ്ടതെന്ന് പ്രബോധിത സമൂഹത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്. എന്നെ അള്ളാഹു നശിപ്പിക്കുക, എന്റെ കൂടെയുള്ളവരെ നശിപ്പിക്കുക, അതല്ല ഞങ്ങൾക്ക് കരുണ ചെയ്യുകയോ ഒക്കെ ചെയ്തേക്കാം. അതാണ് ആ ആയത്തി പറയുന്നത്. അതൊക്കെ നിങ്ങൾ വിട്. നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടേ? നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത് അല്ലെ? തൗബയുണ്ടോ? പിന്നെ തൗബയുണ്ടെങ്കിൽ അത് നിങ്ങൾ മുറുകെ പിടിക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറയുന്നു. നമുക്കെല്ലാം സുപരിചിതമായ ആയത്താണ് അതിലെ. ആ ആയത്ത് കേട്ടിട്ട് അത് പേടിച്ച് വിറച്ചുകൊണ്ട് ഒരു പിന്നെ യുവാവ് മരണപ്പെട്ട അവസ്ഥ. ആയത്ത് ഏതാണെന്ന് ഞാൻ പറയാം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫലൂന മാ യുമറൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ തഖ്വയുള്ളവരാവണം. നിങ്ങളുടെ കുടുംബത്തെയും ഒരു തീയിൽ നിന്ന്, ഒരു അഗ്നിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. നിങ്ങളുടെ കുടുംബത്തെയും അഹ്ലീക്കും, അതിൽ കത്തിക്കപ്പെടുന്നത് നാസു വൽ ഹിജാറ, അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ് അതിന്റെ ഇന്ധനം. ഈ രാത്രിയാണ് ഈ ആയത്ത് അവതരിച്ചത്. ഒരു ഒരു ചെറുപ്പക്കാരൻ ഇത് കേട്ട് പേടിച്ച് ബോധരഹിതനായി. അള്ളാഹുവിന്റെ റസൂല് നോക്കിയപ്പോൾ ഹൃദയമിടിപ്പ് പിന്നെ നോക്കിയപ്പോ മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ അവസാനത്തെ മിടിപ്പാണെന്ന്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കൽപ്പിച്ചു. അദ്ദേഹം അത് ചൊല്ലിക്കൊണ്ട് മരിച്ചു, സ്വർഗാവകാശിയായി അല്ലെ. എന്നിട്ട് പറയുന്നത് എന്താണ് ആ ആയത്തില്? അലൈഹ മലായികത്തുൻ ഗിലാലുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫലൂന മാ യുമറൂൻ. അതിന്റെ ആ നരകത്തിന്റെ പാറാവുകാരായ മലക്കുകള് അവർ കഠിനന്മാരും പരുഷ്യന്മാരുമാണ്. അള്ളാഹു അവരോട് എന്തൊന്ന് കൽപ്പിക്കുന്നോ അത് അപ്പടി അവർ പ്രവർത്തിക്കുന്നു. അവർക്ക് കാരുണ്യത്തിന്റെ ഒരു മനസ്സേ ഇല്ല അല്ലെ. ഒരു വൃദ്ധനും അത് കേട്ട് പേടിച്ച് മരണപ്പെടുകയുണ്ടായി. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, നമുക്കും സ്വർഗം വേണ്ടേ, നമുക്ക് ഇതിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താണ് വഴിയെന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉണ്ട്. അള്ളാഹു പിന്നെ റഹ്മാനാണ്. മഖാമു റബ്ബിനെ ഭയപ്പെട്ടവന് 2 സ്വർഗമുണ്ട് അല്ലെ. വിജയിച്ചാൽ നമുക്ക് സന്തോഷം വന്നാൽ പറയുക അള്ളാഹു അക്ബർ. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരു സ്വഹാബിയെ ഖബറിലേക്ക് വെച്ചപ്പോ സുബ്ഹാനല്ലാഹ്, പിന്നെ അള്ളാഹു അക്ബർ 2 പ്രാവശ്യം. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയപ്പോൾ അൽഹംദുലില്ലാഹ്. അങ്ങനെ സയ്യിദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിൽ വെച്ചപ്പോൾ ഈ ഖബർ ഒന്ന് ഇടക്കിയപ്പോൾ പ്രവാചകൻ പറഞ്ഞതാണത് സുബ്ഹാനല്ലാഹ്. പിന്നീട് പിന്നെ 3 തവണ പറഞ്ഞു ലാ ദറൈത ഫയഖൂൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ അങ്ങനെ പറയുകയുണ്ടായി. അപ്പം പിന്നെ അപ്പൊ നമ്മളെ ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ പാപമോചനത്തിന്റെ സ്വർഗത്തിലേക്ക് നമ്മൾ മുന്നേറിയാൽ നമുക്കും ആ സ്വർഗം കിട്ടും. ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അല്ലെ. നോക്കൂ, നമ്മൾ ആ ഖബറിലേക്ക് വെക്കുമ്പോഴുള്ള അവസ്ഥ അല്ലെ. ഈ ആയത്ത് നമ്മൾ ചിന്തിച്ചാൽ തന്നെ ആ ഒരു യുവ സ്വഹാബി മരണപ്പെട്ടു പോയി, ഒരു വൃദ്ധനും മരിച്ചു. അപ്പൊ എത്ര പേടിപ്പിക്കുന്ന ആയത്താണ് അത്, നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമുക്ക് ഈ ഖബറിലേക്ക് തന്നെ നമ്മൾ വെക്കുമ്പോൾ ആ ഖബറിൽ വെച്ചിട്ട്
കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, സംസാരിക്കാത്ത ഒരു ശിക്ഷയുടെ മലക്കിനെയാണ് അവിടേക്ക് ആ ഖബറിലേക്ക് അള്ളാഹു നിയോഗിക്കുന്നത്. ആ മലക്കിന്റെ കയ്യിലുള്ള ദണ്ട്, ചുറ്റിക, അത് പിന്നെ ജിന്നുവർഗവും മനുഷ്യവർഗവും ഒന്നിച്ചങ്ങാട്ട് അതിനെ പൊക്കിയാലും അതിനെ പൊക്കാൻ സാധിക്കുകയില്ല. അത്രമാത്രം പൊക്കാനാവാത്ത ചുറ്റിക. ഭൂമിയിലെ ഒരു മല ഒറ്റയടിക്ക് പൊടിഞ്ഞു പോവും. അതാണ് ആ ചുറ്റികയുടെ പിന്നെ അവസ്ഥ. ആ ചുറ്റിക കൊണ്ട് അയാള് ഒരു അടി അടിക്കും. അയാള് അട്ടഹാസിക്കും. പക്ഷെ ആ മലക്കിനൊന്നും കേൾക്കൂല്ല, കാണൂല്ല, ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരു ബധിരനും മൂകനും അന്ധനുമായ മലക്കിനാണ് അള്ളാഹു ശിക്ഷയുടെ മലക്കായിട്ട് അവിടെ നിയോഗിക്കുക. എന്നിട്ട് ആ അട്ടഹാസം മനുഷ്യരും ജിന്നും ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഭൂമിയിലുള്ളത് അത് കേൾക്കും, അയാളുടെ അട്ടഹാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളും ആ ശബ്ദം കേൾക്കും. പ്രപഞ്ചം കുലുങ്ങി കേൾക്കുമാറ് കരച്ചില്. ഭൂമിയിലുള്ള മുഴുവൻ കാണിക്കുന്ന വസ്തുക്കളുടെ ചൂട്, നരകത്തിൽ നമുക്ക് കിട്ടുന്ന ചൂട് ഇല്ലേ, ഭൂമിയിൽ മുഴുവൻ നമ്മൾ കത്തിക്കുന്ന വസ്തുക്കളുടെ ചൂട് തന്നെ എടുക്കുക, അതൊരു ശതമാനം ചൂട്. ആ ജഹന്നം യസ്ലൗനഹ, അതിന്റെ 69 ഇരട്ടി ചൂടിയാണ് അള്ളാഹു നരകത്തിൽ നമുക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിരന്തരം വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ആയത്തുകൾ കൊണ്ട് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് അല്ലെ. മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന ഈ നരകത്തിൽ നിന്ന് സ്വന്തം നഫ്സിനെയും കുടുംബത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തിക്കോളീന്ന് അള്ളാഹു ഇങ്ങനെ പറയുന്നത്. നോക്കൂ, മഹ്ശറ പിരിയുമ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മഹ്ശറ പിരിയുമ്പോൾ ആ വഴി, മഹ്ശറ പിരിച്ചു വിട്ടാൽ സ്വർഗത്തിലേക്ക് അതല്ലെങ്കിൽ നരകത്തിലേക്ക് കുറുക്കു വഴികളൊന്നുമില്ല. ആ ഗ്രന്ഥം കയ്യിൽ കിട്ടിയിട്ട് നമ്മള് ആ പിന്നെ നേരിയ സിറാത്ത് പാലത്തിമ കൂടെ നമ്മൾ നടക്കുമ്പോൾ ആ ആഴമുള്ള നരകത്തിലേക്ക്, അതിലേക്ക് നമ്മൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആദ്യമായിട്ട് കടക്കുന്നത്. ആ പ്രവാചകൻ പോലും സല്ലിം എന്റെ നഫ്സിനെ രക്ഷപ്പെടുത്തുന്ന് പ്രാർത്ഥിച്ചു പോവാണ്. കാരണം അത്രയും ഭയപ്പെടുത്തുന്നതാണ് അതിന്റെ മോളിൽ കൂടെയുള്ള ആ നടുക്കം അല്ലെ. എത്ര നേരിയ പാലം, ആ വലിയ നരകത്തിന്റെ മോളിൽ കൂടെ ഇടുന്ന പാലത്തിൽ കൊണ്ട് നാം എല്ലാവരും അല്ലെ, മഹ്ശറ പിടിച്ചു വിട്ടാൽ നമ്മളെല്ലാവരും കടക്കാൻ നിൽക്കുകയാണ് ആ വഴി കൂടെ ഗ്രന്ഥം കയ്യിൽ കിട്ടിയിട്ട്. അപ്പൊ ആ പാലത്തിമ കൂടെ കടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും ഇത്ര ഭയപ്പെടണമെങ്കിൽ നമ്മളെല്ലാവരും കടക്കേണ്ടേ ആ പാലത്തിന്റെ മോളിൽ കൂടെ? നമ്മുടെ കയ്യിൽ അല്ലെ എത്രമാത്രം തിന്മകളുണ്ട്. ഈ തിന്മകളും അപ്പൊ ഈ തിന്മകളും വെച്ചിട്ട് നമ്മൾ കേൾക്കണ്ടോ? ഞാൻ അവരെ റിമൂവ് ചെയ്തു. ഈ തിന്മകളും വെച്ചിട്ട് നമ്മൾ ഒരുപാട് പാപങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ടാണോ നമ്മൾ മരണപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാലത്തിമ കൂടെ കടക്കുന്ന ഒരൊറ്റ രംഗം നമുക്ക് ആലോചിച്ചാൽ മതി. അതല്ലെങ്കിൽ ഖബറിൽ കിടക്കുന്ന നരകത്തിലെ ചൂടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതില്ലേ. അപ്പോൾ പാപിയുടെ കഴുത്തിലെ ചങ്ങലയാണ് പാപമോചനവും പാശ്ചാത്താപവും. അതുകൊണ്ടല്ലാതെ ആ ചങ്ങല അഴിക്കുക സാധ്യമല്ല. അപ്പൊ നമ്മള് അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുക. അള്ളാഹു അഫുവാണ്, ഗഫാറാണ് അല്ലെ, മഗ്ഫിറത്തിന്റെ ഉടമസ്ഥനാണ് റബ്ബ്. എന്റെ അടിമ അറിഞ്ഞോ അറിയാതെയോ അവന്റെ റബ്ബ് അവന് പുറത്തു കൊടുക്കും. ചെയ്യുന്ന പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപങ്ങൾ പുറത്തു കൊടുക്കും. നമ്മുടെ ആ പാശ്ചാത്താപം, ആത്മാർത്ഥമായ നസൂഹൻ, ആത്മാർത്ഥമായ പാശ്ചാത്താപം കൊണ്ട് അള്ളാഹു അത് പുറത്തു കൊടുക്കും. പിന്നെ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, പിന്നെ അള്ളാഹുവെ നീ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുക. അതെ, ഞാൻ എല്ലാം പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു പറയുന്നു. പിന്നെ നമ്മൾ പാപം ചെയ്തു, നമ്മൾ നിഷ്കളങ്കമായ പാശ്ചാത്താപമാണ് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ പാപം ചെയ്തു. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുക, അതും പുറത്തു കൊടുക്കുമോന്ന്. അതും പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു പറയുന്നു. അങ്ങനെ 3-ാം തവണ വീണ്ടും നമ്മൾ പാപം ചെയ്തു, നിഷ്കളങ്കമായ പാശ്ചാത്താപം നമ്മൾ ചെയ്തിട്ട്. പക്ഷെ 3-ാം തവണ എന്നിട്ടും അള്ളാഹു നമുക്ക് പുറത്തു തരും, പാശ്ചാത്തപിക്കും. കാരണം പാശ്ചാത്തപിക്കുമ്പോ നമ്മുടെ മനസ്സ് അള്ളാഹു അറിയുന്നു. നമ്മൾ ഇനി ചെയ്യൂല എന്നുള്ള ഉറപ്പന്നായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. ചെയ്യുന്ന തെറ്റിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നു, ചെയ്തതിൽ ആത്മാർത്ഥമായ ഖേദമുണ്ട്. അതേപോലെ തന്നെ ഇനി ചെയ്യൂല എന്നുള്ള മനസ്ഥിതിയോട് കൂടിയിട്ട്, ആ ഒരു മനസ്ഥിതിയോട് കൂടി നമ്മൾ ചെയ്യുന്ന തൗബ അള്ളാഹു സ്വീകരിക്കും. വീണ്ടും വീണ്ടും അറിയാതെ നമ്മിൽ തെറ്റു വന്നു പോകുമ്പോ അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും പുറത്തു തരും. പിന്നെയും പാശ്ചാത്തപിക്കാനാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറത്ത് അല്ലെ, സൂറത്ത് നജ്മ് 32-ാമത്തെ ആയത്ത്.
അള്ളാഹുവിന്റെ മഹഫറത്ത് വിശാലമാണ്. അപ്പൊ നമ്മള് പാശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ശിക്ഷയുടെ മലക്കുകൾ ഇല്ലെ, നമ്മൾക്ക് അത് നമ്മൾ ചിന്തിക്കുക. പിന്നെ റഹ്മത്തിന്റെ മലക്കുകൾ ഇല്ലെ, റഹ്മത്തിന്റെ മലക്കുകൾക്ക് കാരുണ്യമാണ്. നമ്മുടെ ഒരു ഖുർആന്റെ സദസ്സ് നടക്കുമ്പോ നമ്മൾ ചിന്തിക്കുക, ശിക്ഷയുടെ മലക്കല്ലല്ലോ റബ്ബേ, ഇപ്പൊ കാരുണ്യത്തിന്റെ മലക്കല്ലേ നമുക്ക് ചുറ്റുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കല്ലേ, അവർക്ക് പുറത്തു കൊടുക്കുന്ന്. അപ്പൊ നമ്മളൊരു നീയത്തൊക്കെ വേണം നമുക്ക് ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും പഠനത്തിൽ ഇരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെതായ ഒരു സദസ്സിൽ നമ്മൾ അള്ളാഹുവിന്റെ സ്മരണം പുതുക്കാൻ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ വഹീന്റെ വാഹകരായ മലക്കുകൾക്കൊപ്പമാണ്. അത്രയും പ്രതിഫലത്തിലാണ് നമ്മൾ. അപ്പൊ ആ ഒരു ചിന്തകൾ നമുക്ക് വേണം ഇരിക്കുമ്പോ. എന്തെങ്കിലും ചിന്തയിലല്ല നമ്മൾ ഇരിക്കേണ്ടി, ആ ഒരു ചിന്തയിൽ നമുക്ക് ഇരിക്കുമ്പോൾ അത്യധികം പ്രതിഫലം നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ പാശ്ചാത്തപിക്കുക, അധികമായിട്ട് നമ്മൾ പാപമോചനം പതിവാക്കുക. അള്ളാഹുവിന്റെ റസൂല് പോലും 70-100 പ്രാവശ്യം ഒരു ദിവസം പാശ്ചാത്താപം അല്ലെ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ നടത്തണം അല്ലെ. ഇസ്തിഗ്ഫാർ നടത്തിയാൽ നമുക്ക് വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു ഭക്ഷണം, അതുപോലെ ദുഃഖത്തിൽ നിന്നുള്ള മോചനം എല്ലാം അള്ളാഹു നമുക്ക് നൽകും. അപ്പൊ നമ്മൾ നിരന്തരം പശ്ചാത്തപിക്കുക. ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത് അല്ലെ. മശ്രിക്കും മഗ്രിബും ഉള്ള വ്യത്യാസം പോലെ തൗബയുടെ വാതിലിന് വിശാലതയുണ്ട്. 70 വർഷത്തെ സഞ്ചാര ദൂരമുണ്ട് തൗബയുടെ വാതിലിന്. പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ പിന്നെ സൂര്യൻ ഒരിക്കൽ പടിഞ്ഞാറ് ഉദിക്കുന്ന ഒരു സമയം വരും അല്ലെ. അപ്പൊ എല്ലാ വാതിലുകളും അടച്ചാലും ഒരു വാതില്, തൗബയുടെ വാതില് അള്ളാഹു തുറന്നിടും. അപ്പൊ നമ്മുടെ സ്വന്തം മരണം വരെയാണ്, നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെയാണ് നമ്മുടെ പിന്നെ തൗബ സ്വീകരിക്കാം. അതല്ലെങ്കിൽ അന്ത്യനാളില് അല്ലെ, പിന്നെ ആ ഒരു പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് വരേക്കും തൗബയുടെ വാതിൽ അള്ളാഹു തുറന്നു വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ പാശ്ചാത്താപം നീട്ടിവെക്കരുത്. തെറ്റാണെന്ന് അറിഞ്ഞാൽ ഉടനെ നമ്മൾ പാശ്ചാത്തപിക്കുക അല്ലെ. മരണം എപ്പോഴാ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് നീ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. എന്താ നമ്മൾ ഒരു അസ്തഗ്ഫിറുല്ലാ നമ്മൾ ചോദിക്കുമ്പോൾ 2 കാര്യമാണ് നമ്മൾ ആ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നതിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. എന്താ 2 കാര്യങ്ങള് അറിയോ? പാപങ്ങൾ പൊറുക്കാൻ, പിന്നെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു. അല്ല, ഒന്ന് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കാന് കാരണമായിട്ട് പാപങ്ങൾ കാരണമായ അള്ളാഹു നമ്മളെ ശിക്ഷിക്കാതെ വിട്ടുവീഴ്ച ചെയ്യാന്. രണ്ടാമതായിട്ടില്ലേ, പാപങ്ങളെ മറയിടാൻ വേണ്ടിയിട്ട്, സൃഷ്ടികളിൽ നിന്ന് പാപങ്ങളെ മറയിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2ാമത്തെ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ആ 2 കാര്യം നമ്മൾ ഒരു ഇസ്തിഗ്ഫാറിലൂടെ അള്ളാഹിനോട് ചോദിക്കുന്നു. ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 70,000 ഇസ്രായേലിനെയും കൂട്ടിയിട്ട് മഴക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ആര്? മൂസാ നബി. അങ്ങനെ പിന്നെ മഴ ലഭിക്കുന്നില്ല, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നില്ല. ആ സമയത്ത് ഒരാളോട് എണീറ്റ് പോവാൻ വേണ്ടിയിട്ട് മൂസാ നബി പറഞ്ഞു. കാരണം 40 കൊല്ലമായിട്ടും പാപമോചനം തേടാത്ത, ഇസ്തിഗ്ഫാർ നടത്താത്ത ഒരു ആളിവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അയാൾ എണീറ്റ് പോവാതെ മഴ ലഭിക്കില്ല എന്ന് പറഞ്ഞു. അയാളോട് എണീറ്റ് പോവാൻ വേണ്ടി പറഞ്ഞു. അയാള് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ചോദിച്ച്, പിന്നെ എന്നെ കാട്ടിക്കൊടുക്കല്ലേ റബ്ബേ, ഞാനിതെല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണേ, എനിക്ക് ഇസ്തിഗ്ഫാർ, എനിക്ക് പാപമോചനം നൽകണേ, എന്നോട് ഞാൻ ചെയ്ത തെറ്റുകൾ എന്നെ നീ കാട്ടിക്കൊടുക്കല്ലേ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഇസ്തിഗ്ഫാർ നടത്തിയപ്പോ ഉടനെ മഴ ലഭിച്ചു. അന്നേരം ചോദിക്കപ്പെട്ടു, മഴ ലഭിച്ചല്ലോ, ആരും ഇവിടുന്ന് എണീറ്റ് പോയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പറയപ്പെട്ടു, എന്താ പറഞ്ഞത്? അദ്ദേഹം പ്രാർത്ഥിച്ച് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തു. പിന്നെ അദ്ദേഹം പാപത്തിൽ നിന്ന് ജനങ്ങളെ എനിക്ക് കാണിച്ചു കൊടുക്കല്ലേ എന്ന്. കാരണം അദ്ദേഹം അപ്പുറവും ഇപ്പുറവും നോക്കിയപ്പോ ആരും എണീക്കില്ല, ഞാൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം പാപത്തിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് മറയിടാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു അത് സ്വീകരിച്ചു. അള്ളാഹുവിന്റെ റഹ്മത്ത് എത്ര വിശാലമാണല്ലേ. അപ്പൊ നമ്മൾ ഒരു ഇസ്തിഗ്ഫാർ നടത്തുമ്പോ 2 കാര്യമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അള്ളാഹുവിന്റെ നമ്മുടെ പാപങ്ങൾ കാരണമായിട്ട് അള്ളാഹു ശിക്ഷിക്കാതെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുവാനും. രണ്ടാമത്തെ കാര്യം ജനങ്ങളിൽ നിന്ന് മറയിടാൻ അല്ലെ. നമ്മളൊരു പാപം ചെയ്താൽ നമ്മൾ അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കുക, ജനങ്ങൾ കാണുന്ന നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടണില്ല അല്ലെ. അപ്പൊ ജനങ്ങളിൽ നിന്ന് മറയിടുകയും കൂടി അള്ളാഹു ചെയ്യുന്നു.
ചില പാപങ്ങൾ അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ അത് നിങ്ങൾ എന്താക്കണ്ട, നിങ്ങൾ അതിനെ പിന്നെ പരസ്യമാക്കണ്ട. അള്ളാഹു അതിനെ രഹസ്യമാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഏതായാലും പാപം ചെയ്ത് അത് പരസ്യമാക്കാതെ നമ്മൾ രഹസ്യമായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു രഹസ്യമാക്കാൻ വിചാരിച്ച പാപം നമ്മൾ എന്തിനാ പരസ്യമാക്കുന്നതില്? അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക. എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരും. ഒരു ദിവസം ഹസ്വനുൽ ബസ്രി ചോദിച്ചു, ചുമട് ഇറക്കി വെക്കുമ്പോഴൊക്കെ അൽഹംദുലില്ലാ അസ്തഗ്ഫിറുല്ലാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്നേരം ചോദിക്കപ്പെട്ടു, പിന്നെ എന്താണ് നിങ്ങൾ തന്നെ ചെല്ലുന്നത് എന്ന് ചോദിച്ചപ്പം പറയാണ്, എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അസ്തഗ്ഫിറുല്ലാ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് നിരന്തരം നമ്മൾ വർദ്ധിപ്പിക്കുക. നമുക്ക് തന്ന കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കാം. പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം, അല്ലെ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് പാവങ്ങൾ മറച്ചു വെക്കും, ആ ഒന്ന് പാപങ്ങൾ കൊടുക്കും. ആ പാപങ്ങൾ പുറത്തേക്കും. പുറത്തു തരും, അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ കബറിലെ ആ അവസ്ഥ, അതേപോലെ ആ സുറാത്ത് പാലത്തിമ കൂടെ ഉള്ള നടത്തം. അത് ചിന്തിച്ചാൽ തന്നെ നമുക്കൊരു സമാധാനം കിട്ടൂലല്ലേ? അള്ളാഹു ഒരു മറവി നമുക്ക് നൽകിയിട്ടില്ല, നമ്മൾ ജീവിക്കൂല. നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരാളെ കണ്ടാല് നമ്മൾ ജീവിക്കൂല, നമ്മൾ പിടഞ്ഞു വീണ് മരിക്കും എന്നാ പറഞ്ഞത്. പിടഞ്ഞു വീണ് മരിക്കും നമ്മൾ പേടിച്ചിട്ട്. അത്ര വലിയ ശിക്ഷയാണ് നരകത്തിൽ പാപിക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായിരിക്കും? അപ്പൊ ഇൻസാനിലെ മനുഷ്യൻ മറക്കുന്നവനാണ്. എന്താണ് നസിയ എന്ന പദത്തിൽ നിന്നാണ് മനുഷ്യൻ എന്ന പദം എടുത്തിട്ടുള്ളത്. അപ്പൊ മനുഷ്യൻ മറക്കുന്നവനാണ്. മനുഷ്യന് മറവില്ലേ, മനുഷ്യൻ ജീവിക്കൂല, അല്ലെ? അതേപോലെ നമുക്ക് കഴിഞ്ഞ പരീക്ഷണങ്ങളൊക്കെ പിന്നെ അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇന്ന് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. സ്വന്തപ്പെട്ടവരെ മരണം ഉണ്ടാവും, മറക്കാൻ കഴിയാത്ത വേദനകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നു പോകും, അല്ലെ? നമ്മൾ ചിലപ്പം പിന്നെ ഓപ്പറേഷൻ ചെയ്ത അവസ്ഥകൾ ഉണ്ടാവും നമുക്ക്. പിന്നെ എന്താണ് ഇത് നൽകാതെ നമ്മളെ ബോധം കെടുത്താതെ ഓപ്പറേഷൻ ചെയ്ത അവസ്ഥകൾ ഉണ്ടാവും. ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ അങ്ങനത്തെ അവസ്ഥ വന്ന രോഗികളുടെ അനുഭവങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പല പല പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ മറക്കും. പ്രസവ വേദന നമ്മൾ മറക്കും. വീണ്ടും വീണ്ടും നമ്മൾ പ്രസവിക്കൂലെ, കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ തന്നെ നമ്മൾ അതൊക്കെ മറക്കും. അപ്പൊ നമുക്ക് അള്ളാഹു മറവി തന്നത് മറക്കാൻ വേണ്ടി. പക്ഷെ മറവി മാത്രം പറ്റുമോ? പിന്നെ നമ്മള് നരകത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അല്ലെ? അപ്പൊ നമ്മള് പാശ്ചാത്താപം പതിവാക്കണം. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് എത്രയാണ്! കിഴക്കും പടിഞ്ഞാറും പോലെ വിശാലമാണ്, അല്ലെ? 70 വർഷത്തെ വഴിദൂരമുണ്ട് പാപമോചനത്തിന്റെ ആ വാതിലിന് സഞ്ചാരം. അപ്പൊ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലെ ആ പിന്നെ പാപിയുടെ കഴുത്തിലെ ചങ്ങല എന്തുകൊണ്ട് അഴിക്കപ്പെടാ? പാപിന്റെ കഴുത്തിലെ ചങ്ങല പാശ്ചാത്താപം കൊണ്ട്, അല്ലെ? പാപിന്റെ കഴുത്തിലെ ചങ്ങല പാശ്ചാത്താപം കൊണ്ട് മഗ്ഫിറത്ത് കൊണ്ടല്ലാതെ അഴിക്കപ്പെടുകയില്ല. അപ്പൊ നമ്മൾ പാശ്ചാത്താപം പതിവാക്കാം. ശിർക്ക് തമ്മിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ആ ശിർക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മൾ ഉത്ബോധനം കൊടുത്തുകൊണ്ടേയിരിക്കുക, അല്ലെ? ഏതാണ് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ പ്രാർത്ഥന? اللهم إني أعوذ بك أن أشرك بك وأنا أعلم وأستغفرك لما لا أعلم. ആ അത് اللهم لا أشرك بك شيئا. ഈ പ്രാർത്ഥനകൾ അതേപോലെ തന്നെ അള്ളാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. അള്ളാഹു ആണ് എന്റെ രക്ഷിതാവ്, പിന്നെ അവനോട് ഞാൻ ആരാധനയിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല, അല്ലെ? ഇതൊക്കെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് 3 തരത്തിലുള്ള ക്ഷമ വേണം, അല്ലെ? സൂറത്ത് അസുറിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ഏതാണ് 3 തരത്തിലുള്ള ക്ഷമ? നമ്മളിപ്പോ പറഞ്ഞത് എല്ലാം ഈ 3 അതിൽ പെട്ടു. ഏതാ 3 തരം ക്ഷമ? അല്ലെ? ആ ഒരു ചെറിയ സൂറത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നന്മകൾ ചെയ്യാനുള്ള ക്ഷമ. ഏത് നന്മകൾ ചെയ്യാനുള്ള ക്ഷമ. അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ക്ഷമ വേണം, അല്ലെ? ക്ഷമ വേണം. പിന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ. മാഷാഅല്ലാഹ്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാര്യത്തിൽ ക്ഷമ വേണം. പിന്നെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം. അപ്പൊ അൽഹംദുലില്ലാഹ് ഈ 3 ക്ഷമയും നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു, അല്ലെ? അപ്പൊ നമുക്ക് അള്ളാഹു നൽകിയതിനെ നമ്മൾ പിന്നെ
മറക്കാതിരിക്കുവാന് ല്ലേ നമ്മള് നമ്മളെക്കാളും താഴേക്കുള്ളവരെ നോക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമുക്ക് എത്രയോ വമ്പിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാവും ല്ലെ. അയ്യൂബ് നബിന്റെ പരീക്ഷണക്കാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. എന്നിട്ട് അയ്യൂബ് നബി ആവലാതി അള്ളാഹുവിനോട് മാത്രം പറഞ്ഞത്, യാക്കൂബ് നബി ല്ലെ, എന്റെ ആവലാതികൾ ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് പറയുന്നത് എന്ന്. പിന്നെ അപസ്മാരമായിട്ടുള്ള ഒരു രോഗി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്കിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നപ്പോ റസൂല് പറഞ്ഞു, നിനക്ക് ക്ഷമിച്ചാ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ ക്ഷമിക്കാൻ തയ്യാറായി. എന്നിട്ട് രോഗമേ സ്വാഗതം അല്ലെ, മർഹബൻ എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ പോയത്. അപ്പൊ അത്രമാത്രം അവര് ക്ഷമിക്കാൻ തയ്യാറായി അല്ലെ അവരൊക്കെ. അപ്പൊ നമുക്ക് അവസാന കാലഘട്ടത്തിലൊക്കെ ഫിത്തിന, കുഴപ്പം, കൊടുങ്കാറ്റിന്റെ വേഗതയിൽ നമ്മിലേക്ക് എത്തും അല്ലെ. ക്ഷമയുടെ നാളുകളാണ് നമുക്കിനി വരാനുള്ളത്. നമ്മള് പിന്നെ ഈമാൻ മുറുകെ പിടിച്ചെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പൊ നമ്മള് പിന്നെ നമ്മുടെ മക്കളൊക്കെ അല്ലെ, നമ്മുടെ മക്കള് വഴിതെറ്റി പോകുന്നതിൽ നിന്ന് അല്ലെ, നമ്മള് അങ്ങേയറ്റം നമ്മൾ പ്രാർത്ഥന മുറുകെ പിടിച്ചെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എല്ലാ കാര്യത്തിനും അല്ലെ. എന്താണ് സൂറത്ത് ഇബാദുർ റഹ്മാനിൽ അള്ളാഹു പറയുന്നത്? സൂറത്ത് ഫുർഖാനിലെ അവസാനത്തെ ആയത്തില് ربنا هب لنا من أزواجنا وذرياتنا قرة أعين വജഅൽനാലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളുടെ സന്താനങ്ങളെയും സന്തതികളെയും സന്മാർഗികൾക്ക് മാതൃകയാക്കാനും മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കാനും അല്ലെ. അതേപോലെ ഖുൽമാ യഅ്വഉക്കും റബ്ബി ലൗലാ ദുആഉക്കും അവസാനത്തെ ആയത്തില് നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകില്ല. അപ്പൊ പ്രാർത്ഥിച്ചെങ്കിലേ അള്ളാഹു നമ്മെ പരിഗണിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കണം ഓരോരോ കാര്യത്തിനും. നമ്മുടെ നാവിന്റെ അനുഗ്രഹം എത്രയാണല്ലേ. നമ്മൾ ആ നാവ് കൊണ്ട് നമ്മൾ ദിക്റുകൾ ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം തന്നെയാണ് നാവ്. പക്ഷെ ആ നാവ് കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ അള്ളാഹു നമുക്ക് പ്രതിഫലം തന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വാക്കും നാം ഉച്ചരിക്കുന്നില്ല. റഖീബും അതീതും ഓരോ വാക്കും രേഖപ്പെടുത്താതെ അല്ലെ നമ്മൾ പലതും സംസാരിക്കും അല്ലെ. എന്നാ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംസാരമാണോ നമ്മുടേത് എന്ന് നമ്മൾ ചിന്തിക്കണം. ചില ആളുകൾ പരിഹാസം ശീലമാക്കിയവരാണ്. സ്വർഗത്തിലേക്ക് അവരെ വിളിക്കപ്പെടും, അതിന്റെ വാതിൽ കൊട്ടി അടക്കപ്പെടും. എന്നിട്ട് കുറെ പ്രാവശ്യം അവരെ സ്വർഗത്തിലേക്ക് വിളിക്കൂ. പക്ഷെ അപ്പോഴൊക്കെ അതിന്റെ വാതിൽ കൊട്ടി അടക്കപ്പെടും. അവസാനം പിന്നെ അയാള് പോവൂല. ആ സമയത്ത് ശരിക്കും അയാളെ വിളിച്ചതായിരിക്കും. അപ്പൊ എന്തായിരിക്കും അല്ലെ, അള്ളാഹു അവരെ പരിഹസിക്കും അവസാന നാളില്. പിന്നെ ചില ആളുകൾ വലത്തോട്ടും ഇടത്തോട്ടും നാവ് ചലിപ്പിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ, പരിഹസിക്കുവാൻ വേണ്ടിയിട്ട്. പരദൂഷണം, പച്ചമാംസം തിന്നതും പോലെ, അത് ഉള്ളതാണെങ്കിൽ ഈബത്ത് ഇല്ല, ഇല്ലാത്തതാണെങ്കിൽ നമീമത്ത്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. പശു ഇങ്ങനെ അയവിറക്കുമുണ്ട്, ആ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ അള്ളാഹുവിന്റെ റസൂല് ഉപമിച്ചത് ഇത്ര വലിയ തെറ്റാണ്. നമ്മൾ ഈ പരദൂഷണം പറയാന്ന് അവരിങ്ങനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ അത് ഇങ്ങനെയൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആവിനെ. ഇത് പരലോകത്തിൽ ലഭിക്കുന്ന ശിക്ഷ നമ്മൾ ചിന്തിക്കുക അല്ലെ. അള്ളാഹു നമുക്ക് നൽകുന്ന ശിക്ഷ. ഒരാളെ നമ്മൾ പരിഹസിച്ചാല് അല്ലെ, നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ ദിവസം പോലെ, ഈ മാസം പോലെ, മക്കാരാജ്യം പോലെ പവിത്രമാണ് മനുഷ്യന്റെ അഭിമാനം അല്ലെ. ഹജ്ജത്തുൽ വിദായിൽ അള്ളാഹുവിന്റെ റസൂല് വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞത്. പിന്നെ എത്ര ചിന്താർഹമാണ് ഈ ഉപദേശങ്ങൾ. എത്ര കേട്ടാലും നമുക്ക് മതി വരൂല അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. ഒരാളെ കുറിച്ചിട്ട് നമ്മൾ പരിഹസിക്കാനോ അതേപോലെ തന്നെ കുത്തുവാക്ക് പറയാനോ നമ്മൾ പോണ്ട. നമ്മൾ അവരോട് നേരിട്ട് നമുക്ക് പറയാം അല്ലെ. നേരിട്ട് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ട്, നേരിട്ട് പറഞ്ഞാൽ നമുക്ക് പ്രതിഫലമുണ്ട്. അവര് നമ്മളെ നോക്കിയിട്ട് പുച്ഛിച്ചാലും നമുക്കത് പ്രതിഫലം അല്ലെ. നമ്മൾ ക്ഷമിക്കുമ്പോ പിന്നെ മരിച്ചു കിടക്കുന്നവരുടെ മാംസം ഭക്ഷിക്കുന്നത് പോലെയാണെന്ന് സൂറത്ത് ഹുജറാത്തിൽ അള്ളാഹു പറയുന്നു അല്ലെ. പരദൂഷണം പറയുന്നതിനെ പറ്റിയിട്ട്. ഇപ്പൊ നമ്മളിപ്പോ അൽഹംദുലില്ലാ നോമ്പ് നോൽക്കാണ്. തിങ്കളും അതേപോലെ തന്നെ തിങ്കൾ സുന്നത്ത്, ചൊവ്വയും ബുധനും മുഹറം 9ഉം 10ഉം. അപ്പോഴൊക്കെ നമുക്ക് കൂടുതൽ സൂക്ഷ്മത കൈവരും. ആ സൂക്ഷ്മത വീണ്ടും നമ്മളിങ്ങനെ ജീവിതത്തിൽ നിലനിർത്താൻ, വീണ്ടും നോമ്പ്, സുന്നത്ത് നോമ്പുകൾ തിങ്കളും വ്യാഴൊക്കെ വരുമ്പോ നമുക്ക് വീണ്ടും സൂക്ഷ്മത വരും. അപ്പൊ ഈ നോമ്പ് ഇടക്കിടെ നമുക്ക് നോൽക്കുമ്പോ ഭയങ്കര ഒരു ആശ്വാസമാണ് നമുക്ക്. പിന്നെ ആ ജീവിതത്തിൽ കൈവിട്ടു പോകുന്ന തഖ്വയെ നമുക്ക് ഒന്നും കൂടി മുറുകെ പിടിക്കാൻ സാധിക്കും അല്ലെ. അള്ളാഹു നമുക്ക് അങ്ങനെ സുന്നത്തുകൾ എടുക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ അല്ലെ. പിന്നെ ഒരു ചരിത്രം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അബൂ അയ്യൂബിൽ അൻസാരി എന്ന സ്വഹാബി,
ആ സ്വഹാബി അവരൊക്കെ എത്രമാത്രം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു അല്ലെ. പിന്നെ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് വീട്ടില് പിന്നെ റസൂലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും വിശന്ന് വലഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ അയൽപ്പക്കക്കാരാണ് അവര്, അങ്ങനെ അദ്ദേഹം വീട്ടിൽ സദ്യ ഒരുക്കി, ആടിനെ അറുത്തു, ആട്ടിന്റെ പാല് നൽകി, കാരക്ക നൽകി, അതൊക്കെ നൽകി അദ്ദേഹം അവരെ പിന്നെ എന്ത് ചെയ്തു, സൽക്കരിച്ചു. എന്നിട്ട് ഫാത്തിമ ബീവിക്ക് വേണ്ടിയിട്ട് ഒരു കുബൂസ് അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞ് എന്റെ മകള് ഫാത്തിമാന്റെ വയറ്റിലേക്ക് എത്തുന്ന ഭക്ഷണം അല്ലെ, എത്രയോ നാള് വിശപ്പ് സഹിച്ചതിന്റെ ശേഷം എത്താണെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടിക്കൊടുക്കുന്നു. അപ്പൊ അതൊക്കെ എത്ര മാതൃകാപരമാണ്. അവരുടെ ജീവിതം വിശപ്പ് സഹിച്ചിട്ടും അവര് സബൂർ ചെയ്ത് ജീവിക്കുന്നു. പിന്നെ അവരെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാനും സൽക്കരിക്കാനും സ്വഹാബികൾ എത്ര അവര് പിന്നെ ഇഷ്ടപ്പെട്ടു. റസൂലിന്റെ വീട്ടില് അയ്യൂബിൽ അൻസാരിന്റെ വീട്ടില് പിന്നെ റസൂല് താമസിക്കാൻ വേണ്ടിയിട്ട് ആണ് മുട്ടുകുത്തിയത് ഒട്ടകം. അങ്ങനെയാണ് ആ സ്വഹാബിന്റെ വീട്ടില് 6 മാസം റസൂല് താമസിച്ചു. മുകളിലാണ് പിന്നെ അവര് റസൂല് താഴെയുള്ള റൂമിലുമാണ്. അങ്ങനെ അവർക്ക് ഒരു പ്രയാസം, അള്ളാഹുന്റെ റസൂല് മുകളിൽ, ഞങ്ങൾ താഴെ അല്ല, അള്ളാഹുന്റെ റസൂല് താഴെ, ഞങ്ങൾ മുകളിലായി, തീരെ ശരിയാവില്ലല്ലോ, ഞങ്ങൾ മുകളിലായിപ്പോയല്ലോന്ന്. അങ്ങനെ അള്ളാഹുന്റെ റസൂല് അവരോട് അതൊന്നും പ്രശ്നമില്ല, എനിക്ക് താഴെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞ് അള്ളാഹുന്റെ റസൂല് താഴെ തന്നെ 6 മാസത്തോളം താമസിച്ച് വീടിന്റെ പണി കഴിയുന്നത് വരേക്കും. അങ്ങനെ വീടിന്റെ പണി കഴിഞ്ഞപ്പോ റസൂല് തൊട്ടടുത്ത് വീട്ടിലേക്ക് മാറി. അങ്ങനെ അവര് അയൽക്കാരായത്. അങ്ങനെ എപ്പോഴും അള്ളാഹുവിന്റെ റസൂലിന് അവിടെ ഒരു ഭക്ഷണം അവര് കരുതും. അങ്ങനെ കരുതിയ സമയത്താണ്, അതൊക്കെ റസൂല് വരുന്ന സമയമൊക്കെ കഴിഞ്ഞ സമയത്ത്, ഭക്ഷണം തീർന്ന സമയത്താണ് റസൂലും പിന്നെ ഈ രണ്ട് സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ അതിഥികളായിട്ട് അവരെ കിട്ടിയത്. വേഗം ഭക്ഷണമൊക്കെ തീർന്നു, എന്നിട്ടും വേഗം ആടിനെ അറുത്ത് സദ്യ ഒരുക്കി അവർക്ക് കൊടുത്തുല്ലേ. അവര് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതാണ് അവരുടെ ആ ഒരു സ്നേഹം, ഒരുമയും ഒക്കെ അല്ലെ. നമ്മള് പിന്നെ ഒരാളെ സൽക്കരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇപ്പൊ മുഹറാണ്, നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമാണ് അല്ലെ. നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാല് ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ്. ഖുർആന് ഭയങ്കരമായിട്ട് അതിനെ പുകഴ്ത്തിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ഭക്ഷണം ദാനം ചെയ്യുന്ന കാര്യത്തിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട സമ്പത്ത് ദാനം ചെയ്യുന്ന കാര്യത്തിൽ വേണ്ടാത്തതല്ല, വേണ്ടിയത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലെ, ധനത്തിനോട് മോഹമുള്ളപ്പോഴും പിശുക്കുള്ളപ്പോഴും ദാനം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല പിന്നെ ധർമ്മം എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഉള്ളതിൽ നിന്ന് നമ്മൾ ദാനം ചെയ്യുക. ഇനിയിപ്പോ ഇല്ലാത്തവരാണെങ്കിൽ അവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. 10 രൂപയെങ്കിലും നിങ്ങൾ സ്വതക്ക കൊടുക്കീന്ന് പറഞ്ഞിട്ട് അവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമ്മളെ വീട്ടിൽ മെനിയാന്ന് നടന്ന പരിപാടിയിലേക്ക് അൽഹംദുലില്ലാ ഒരുപാട് ആളുകളൊക്കെ സ്വതക്ക ചെയ്തു. കുഞ്ഞുങ്ങൾക്കൊക്കെ കുറെ സമ്മാനം കൊടുത്ത് ഖുർആൻ ഹിഫ്ളാക്കിയത് കുറെ പേര് ഓതി തന്നു. അൽഹംദുലില്ലാ ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന ഒരു കുളിർമുള്ള സദസ്സാണ് അതൊക്കെ അല്ലെ. അതൊക്കെ നമുക്ക് ഇങ്ങനെ പരലോകത്ത് കാണാം, നമ്മുടെ ഖബർ ജീവിതത്തിലും പരലോകത്തിലൊക്കെ നമുക്ക് ആ സൽക്കർമ്മങ്ങളൊക്കെ കാണാം. അപ്പൊ അങ്ങനെയുള്ള സദസ്സുകളിലേക്കൊക്കെ നമ്മൾ വിളിക്കപ്പെടുമ്പോൾ നമ്മൾ കഴിയുന്നത് നമ്മൾ അതിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക. അതിനൊന്നും നമ്മൾ അവഗണിക്കാതെ നമുക്ക് അറിയുന്ന ഖുർആൻ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അത് നമ്മൾ പിന്നെ പ്രാവർത്തികമാക്കുക, പിന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ നമ്മൾ വ്യാപൃതരാവാം. അതേപോലെ നമ്മളെ കുടുംബത്തിൽ കാണുന്ന തിന്മകള്, ആർഭാടങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ എതിർക്കുക. നല്ല വാക്കില്ല സതുപദേശം മുഖേനയും പിന്നെ നല്ല വാക്ക് മുഖേനയും നീ നിന്റെ രക്ഷിതാവിലേക്ക് ക്ഷണിക്കുക എന്നാണ്. അങ്ങനെ നമ്മൾ ക്ഷണിക്കുക, നമ്മൾ ആർഭാടങ്ങളും തിന്മകളൊക്കെ നമ്മൾ എതിർക്കുക. അതോടൊപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ അവരിലേക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അവരിൽ രോഗികൾ ഉണ്ടാവുമ്പോഴും ഹോസ്പിറ്റലിലുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നിന്നിട്ടും സഹായം ചെയ്തിട്ടും കാണിച്ചു കൊടുക്കുകയെങ്കിലേ നമ്മുടെ ഉപദേശം അവര് സ്വീകരിക്കുള്ളൂ. നമ്മുടെ ഉപദേശം മാത്രം പറ്റൂല, നന്മയും കൂടി നമ്മളെ കുടുംബത്തിൽ കൊടുക്കുന്ന സ്വതക്കക്ക് 2 പ്രതിഫലമാണ്. കുടുംബബന്ധം പാലിച്ചതിന്റെ പ്രതിഫലവും അതേപോലെ തന്നെ സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലം. അപ്പൊ 2 പ്രതിഫലം നമുക്ക് കുടുംബത്തിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് നമ്മൾ അതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എതിർക്കുന്ന തിന്മകൾക്ക് അവര് അത് ഉപദേശം സ്വീകരിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യില്ലേ. അപ്പൊ അങ്ങനെ നമ്മള് നല്ല രീതിയിൽ ഉപദേശിച്ചിട്ടും അതേപോലെ തന്നെ നന്മ നടപ്പിലാക്കിയിട്ടും ഖുർആൻ പഠനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ടും നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കാം. കാരണം നമുക്ക് അള്ളാഹു ഒരുപാട് ആരോഗ്യവും അതുപോലെ തന്നെ നമുക്ക് ആയുസ് നൽകി. ഇതൊക്കെ വമ്പിച്ച അനുഗ്രഹങ്ങളാണ്. അത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഈ നന്മ എത്തിച്ചു കൊടുക്കണം. മറ്റുള്ളവരെ ക്ലാസ്സുകളിലേക്ക് ക്ഷണിക്കണം. ഇപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ള ക്ലാസ്സുകളിലേക്ക് അവരെ ക്ഷണിക്കാൻ നമുക്ക് കഴിയുമല്ലോ.
ഇനി നമ്മളെ കൊണ്ട് ഖുർആൻ ക്ലാസ്സിലേക്കുള്ള ഒരു എന്തെങ്കിലും സഹായം ചെയ്യാൻ സമ്പത്ത് കൊണ്ടോ ഒരു 10 ആളെ ഫോൺ ചെയ്തിട്ടോ വിളിക്കാൻ നമുക്ക് സാധിക്കും. അതെങ്കിലും നമ്മൾ ചെയ്തിട്ട് ഈ ദീനീ ദഅവത്തിന്റെ കാര്യത്തിൽ നമ്മൾ പങ്കാളികളാവാം. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. എപ്പോഴും പാശ്ചാത്താപത്തിന്റെ മനസ്സ്, അതേപോലെ തന്നെ നന്മ വിലക്കാനും നന്മ കൽപ്പിക്കാനും തിന്മ വിലക്കാനുമുള്ള പിന്നെ ആർജവത്വം അത് അള്ളാഹു നൽകട്ടെ. കാരണം അതിന് നല്ല ധൈര്യമാണ് അല്ലെ. കുറെ ആളുകളുടെ പരിഹാസം ഉണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ വില വെക്കരുത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്യാം. നമ്മുടെ മരണശേഷം ഖബർ ജീവിതത്തിലേക്ക് നമുക്ക് അതൊക്കെ ഉണ്ടാവുള്ള നല്ല നമ്മൾ ചെയ്ത സ്വതക്കകള് ഇതൊക്കെ നമുക്ക് പിന്നെ ഖബർ ജീവിതത്തിലേക്ക് നമുക്ക് ബാക്കിയുണ്ടാവും. ഇന്നലെ എന്റെ മരുമോനിക്ക് ഒരാൾ ഫോൺ ചെയ്ത് പിന്നെ ഓയിൽ വേണം അതൊക്കെ നിങ്ങൾ എടുത്തക്കണം എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ പിന്നെ കുറെ കഴിഞ്ഞ് വിളിക്കുന്നത് അയാളെ ഏട്ടനാണ്, അനിയൻ മരിച്ചുപോയി. ഇത്രയേ ഉള്ളൂ ജീവിതം അല്ലെ. ശരിക്കും ചിന്തിപ്പിക്കുന്നതാണ്, മറ്റുള്ളവരുടെ ജീവിതം നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. എന്റെ അനിയൻ മരിച്ചുപോയി, അതാണ് ഞാൻ ഇതാക്കണതെന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ച്. അപ്പൊ ശരിക്കും നമ്മൾ ചിന്തിച്ചു. ഒരു പ്രായമൊക്കെ വലിയ ചെറിയ പ്രായമാണ്, പക്ഷെ അറ്റാക്ക് വന്ന് മരണപ്പെട്ട്. അപ്പൊ നമ്മുടെ മരണം ഏത് സമയത്തും സംഭവിക്കാം. അപ്പൊ നമ്മൾ പാശ്ചാത്താപം പതിവാക്കുക. നമുക്ക് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഉത്തരം കിട്ടാൻ വൈകിയാലും നമുക്ക് അതൊക്കെ സന്തോഷമാകും. അള്ളാഹുവിന്റെ ഫളില് ഔദാര്യത്തിലാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ അള്ളാഹിന്റെ ഔദാര്യത്തിലാണ്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയാൽ നമ്മൾ അത് വിടും. അപ്പൊ അത് പെട്ടെന്ന് കിട്ടാത്ത നമുക്ക് അനുഗ്രഹമാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാം. അപ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ ഔദാര്യത്തിലാണ്. നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, പരീക്ഷണങ്ങളിൽ നമുക്ക് വരുന്ന കണ്ണീരും പ്രാർത്ഥനകളും പരലോകത്ത് ബാക്കിയാവും. പക്ഷെ ദുനിയാവിലെ സന്തോഷങ്ങൾ ആ ദുനിയാവിൽ തന്നെ അങ്ങോട്ട് തീരും. അപ്പൊ അതൊക്കെ ഹൈറിനാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുക, എനിക്ക് ആ കാര്യം നീ എളുപ്പമാക്കി തരണേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. അള്ളാഹു ഉത്തരം നൽകും തീർച്ചയായിട്ടും. പ്രാർത്ഥിച്ച കരങ്ങളെ വെറുതെ മടക്കുവാൻ ലജ്ജിക്കുന്നു അള്ളാഹു. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക. സ്വഹാബിമാരെ പോലെ വമ്പിച്ച നന്മകളും ത്യാഗങ്ങളും ഒന്നും നമുക്ക് പറയാനില്ല. എന്നാലും അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, കാരുണ്യ, റഹ്മത്ത് അത് കൊതിച്ചുകൊണ്ട് നമ്മൾ പറയും, ഇന്ന സമയത്ത് ഇന്ന സൽക്കർമ്മം ഞാൻ ചെയ്തത് നിന്റെ തൃപ്തിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ അള്ളാഹുവെ നീ എനിക്ക് ഈ സമയത്ത് ഈ പ്രതിസന്ധിയിൽ നിന്ന് നീ എനിക്കൊരു മോചനം നൽകണേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്ത നന്മകൾ എടുത്തു പറയാം. തിന്മകൾ നമ്മൾ അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കുക. അവരോട് നമ്മൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവും. അവരോട് നമ്മൾ പിന്നെ നമ്മൾ പുറത്തു തരുന്നേന്ന് അവരോട് പൊരുത്തം ചോദിക്കാം മരണത്തിന് മുമ്പായിട്ട്. പിന്നെ അവരെ അവരെ കൂടെ ഇരിക്കുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതും സമാധാന വാക്ക് പറയുന്നതൊക്കെ എല്ലാത്തൊരു അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമാണ്. നമ്മൾ പോകുന്ന യാത്രകളിലൊക്കെ അവരെ കൊണ്ടുപോയിട്ടും അങ്ങനെയൊക്കെ അവരോടുള്ള ആ സഹവാസം നമ്മൾ കൂടുതൽ സൗമ്യപ്പെടുത്തിയിട്ടും, അതേപോലെ തന്നെ മരിച്ചു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൈവിടാതെ നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ഇത്രയും നമ്മൾ ഉയർച്ചയിൽ എത്തിച്ചത് അവരാണ്. അവരുടെ കഠിനാധ്വാനമാണ്. അപ്പൊ അതൊക്കെ എടുത്തു പറഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുക. അവരുടെ ഖബറിലേക്കും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് രോഗശിഫക്കും വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. എത്ര കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാണ്ട് അല്ലെ. പിന്നെ എങ്ങനെ നമുക്ക് സമയം ബാക്കിയാവൂല, സമയം തേനില്ല നമുക്ക് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രാർത്ഥന സ്വീകരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ വന്നുപോയ അറിയാതെയും അറിഞ്ഞുകൊണ്ടും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് മഴ തന്നു, കാരുണ്യത്തിന്റെ മഴ. അത് നമുക്ക് ശിക്ഷയായി ഭവിക്കാതെ അനുഗ്രഹമായിട്ട് തീരാന്, അതേപോലെ തന്നെ മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ വിഷമങ്ങള് പ്രയാസങ്ങളെല്ലാം അള്ളാഹു നമുക്ക് അകറ്റി തരട്ടെ. നമ്മളെ സൽക്കർമ്മങ്ങളെല്ലാം നമുക്ക് സ്വർഗത്തിലൊരു മുതൽക്കൂട്ടാവട്ടെ. ഒരു റിയാ നമ്മിൽ വന്നു പോവാതെ, പിശാച് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. ഒരു റിയാ നമ്മിൽ വന്നു പോവാതെ നമുക്ക് ആ പ്രതിഫലം മുഴുവൻ കിട്ടുന്ന രൂപത്തിൽ അള്ളാഹു നമുക്ക് മരണത്തോടൊപ്പം കൊണ്ടുപോകാൻ അത് എത്തിക്കട്ടെ. അള്ളാഹുവെ നമ്മുടെ മാതാപിതാക്കളെയും മക്കളെ പേരമക്കളെയും എല്ലാം നീ നരക ശിക്ഷയിൽ നിന്നും മാരക രോഗങ്ങളിൽ ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. കത്തിയാളുന്ന നരക ശിക്ഷയിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവെ നിന്റെ വിശാലമായ സ്വർഗത്തോപ്പിൽ ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവെ ഒരുമിച്ച് കൂടലിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണമേ. നമ്മുടെ ആ കണ്ണൂരിലേക്കുള്ള മഹാസംഗമം, ഖുർആന്റെ സംഗമം നീ ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തരണമേ. ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോകും ആ ഒരു നന്മയുടെ സദസ്സിൽ നമുക്ക് എത്തിച്ചേരുവാനും ഒക്കെ നീ തൗഫീഖ് ചെയ്യണമേ. തടസ്സങ്ങളെല്ലാം മാറ്റി തന്ന് നീ ഞങ്ങൾക്ക് യാത്രയും കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണമേ. റബ്ബനാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും വലൈക്കും സലാം അസ്സലാം വറഹ്മത്തുള്ളാഹി അസ്സലാമു വബറകാതുഹു. അലൈക്കും വറഹ്മത്തുള്ളാഹി ജസാക്കല്ലാഹു ഖൈറൻ. warahmatullahi wabarakatuh. Jazakumullah khairan. Jazakallah khair. Master teacher, insyaallah. നമുക്ക് പിരിയല്ലേ? നസീറ ഇല്ലേ? നസീറ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് മീറ്റിംഗ് എൻ്റെ വരും. ഞാനത് സ്റ്റോപ്പ് ചെയ്തോളാം. ഞാൻ മൊബൈലിലാ നമ്മളെ കയറിയിട്ടുള്ള പുറത്താക്കി എഡിറ്റ് ചെയ്തോളൂ. നിങ്ങൾ ആരെങ്കിലും എന്റെ ചെയ്യാൻ പറ്റൂല എന്റെ ഇത് എനിക്ക് പറ്റൂല എന്ന് തോന്നുന്നു. കമറുണ്ടോ? കമറൊന്നും അപ്പൊ നിങ്ങൾ തന്നെ മീറ്റിംഗ് എൻ്റെ ചെയ്യേണ്ടി വരും. എല്ലാരും ലെഫ്റ്റ് ആയിക്കോട്ടാ. ഓക്കെ.